ഹായ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂ ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് വേണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഡിഷ് ചിക്കൻ കൊണ്ടാണ്. ചിക്കൻ മല്ലി മുളകൊക്കെ ചേർത്ത് നമ്മളത് വറുത്ത് അത് ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ ഒരു വല്യമ്മയുണ്ട്, അമ്മ വല്യമ്മ, അവരുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 1.5 കപ്പ് നമ്മൾ മല്ലി, ഒരു 10, 15, 20 ഉണക്കമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 5-6 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. 1.5 കപ്പ് മല്ലി നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ഈ 10-15 ഉണക്കമുളക് ഇതിലേക്ക് ചേർക്കണം. അത് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം, റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കൈവിടാതെ ഇളക്കുകയാണ്, കാരണം വെച്ചാൽ കരിഞ്ഞു പോകരുത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളകണം. മല്ലിയും മുളകും നന്നായിട്ട് റോസ്റ്റഡ് ആയിട്ടുണ്ട്, നന്നായി ഇളകുക. അത് കരിഞ്ഞിട്ടില്ല. ഇനി ഇത് നമ്മൾ അരയ്ക്കാൻ പോകണം. ഇനി നമ്മൾ കല്ലിൽ അരയ്ക്കുകയാണ്. നമ്മൾ അരച്ച മസാല അത് കുറച്ച് മാറ്റി നമ്മൾ ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട്, ബാക്കിയുള്ള മസാല നമ്മൾ കോഴിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് മസാലയിൽ. അപ്പോൾ ഇത് 1 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ഒരു 4-5 സ്പൂൺ. ഇനി നമ്മൾ മുറിച്ച് വെച്ച ചെറിയുള്ളി നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടുന്നു. ഉള്ളി നന്നായിട്ട് വഴറ്റി ഇനി നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളകും ഇതിലേക്ക് ചേർക്കണം. കറിവേപ്പിലയും നന്നായി സോട്ട് ചെയ്യണം. മാറ്റി വെച്ച മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. തീ താത്തണം, മസാല കരിയരുത്. അതുകൊണ്ട് നമ്മൾ തീ താത്തിയിട്ടാണ് സോട്ട് ചെയ്യണത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മസാല മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കണം. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ചിക്കനിൽ നമ്മൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു. ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുന്നു. ഇത് നന്നായി ഇളക്കണം. പിന്നെ നമ്മൾ തീ ഒന്ന് താത്തിയിട്ട് ഇത് അടച്ചു വെക്കണം വേവാനായിട്ട്. ഇപ്പോൾ കോഴി വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്ന് നോക്കണം. കോഴി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മാറ്റുന്നു. അടുപ്പിൽ നിന്ന് മാറ്റി നമ്മൾ ചീനിച്ചട്ടി വെക്കണം. ഇത് നമ്മൾ വരട്ടാൻ പോകണം. ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ചീനിച്ചട്ടി ചൂടായി. ഇനി നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കണം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിൽ നമ്മൾ കുറച്ച് ചെറിയുള്ളി, മുറിച്ച് വെച്ച കുറച്ച് ചെറിയുള്ളി നമ്മൾ ഇതിലേക്ക് ചേർക്കണം. എണ്ണയിലേക്ക് ഇടുന്നു. മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നു. നന്നായി ഫ്രൈ ചെയ്യണം. ലൈറ്റ് ബ്രൗൺ കളറാക്കണം. ചെറിയുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച കോഴി ഇതിലേക്ക് ചേർക്കണം. നന്നായി വരട്ടണം.
നമ്മൾ നന്നായിട്ട് ഇത് വരട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നമ്മൾ ചെറിയുള്ളിയും കരിവേപ്പിലയും വഴറ്റി നമ്മൾ അതിലേക്ക് കോഴി നന്നായിട്ട് വരട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് നാളികേരക്കൊത്ത് വറുത്തതുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഈ നാളികേരക്കൊത്തും നമ്മളിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നമ്മൾ ഇളക്കണം. അപ്പോൾ നമ്മൾ നാളികേരക്കൊത്തൊക്കെ ചേർത്തു നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, ഏതിൻ്റെ പലഹാരത്തിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. വളരെ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്.